Good morning to all. Good morning, ma'am. Good morning. Okay. ഞാൻ വീണ്ടും വന്നു കേട്ടോ. ഇന്നലെ എന്തൊക്കെയോ കാര്യം പോയി, പക്ഷെ വീണ്ടും വരാൻ പറ്റി, വീണ്ടും പറ്റി. Okay. Yeah. Morning. Hello, breakfast കഴിച്ചോ? Have you had your breakfast? Yes, ma'am. Yes. Okay. അപ്പോ ഇന്നലത്തെ ക്ലാസ് നിങ്ങൾക്ക് ഓക്കെ ആണോ? മനസ്സിലായോ? Yes, ma'am. Okay, okay. Yes, okay. എന്നെ കണ്ടതിൽ സന്തോഷമാണോ അതോ ഇന്ന് മിസ് തന്നെയാണോ എന്നാണോ വിചാരിക്കുന്നത്? ഇല്ല മാം. അപ്പോ നമുക്ക് കണ്ടിന്യൂ ചെയ്താലോ? സമയം കളയണ്ട. ഇനിയും ഇതുപോലെ ക്ലാസ് എടുക്കാറില്ല. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ നോട്ട്ബുക്ക് എടുക്കൂ. ചെക്ക് യുവർ നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഹെഡിങ് പാസ്റ്റ് ടെൻസ്. നമ്മൾ പ്രസന്റ് ടെൻസ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു ഇന്നലെ. ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? നോക്കിയിരുന്നോ അത്? Yes, ma'am. Okay. ക്ലിയർ ആണല്ലോ? ഡൗട്ട്സ് ഉണ്ടോ? Any doubts? No? Okay. അപ്പൊ ഹെഡിങ് എഴുതാം പാസ്റ്റ് ടെൻസ്. ഓക്കെ, പാസ്റ്റ് ടെൻസില് നമുക്ക് പ്രസന്റ് ടെൻസില് 4 ആക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് പാസ്റ്റ് ടെൻസിലും. ഏതൊക്കെയാണ്? സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, past perfect, past perfect continuous. Okay, simple past, past continuous, past perfect continuous. So in 4 actions ആണ് past tense ഉള്ളത്. Okay, നമുക്ക് ഓരോന്ന് നോക്കാം. First one is simple past. സിമ്പിൾ പാസ്റ്റില് ഏതായിരുന്നു നമ്മൾ പറഞ്ഞു? സിമ്പിൾ പ്രസന്റ് എന്താണ്? ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ സിമ്പിൾ പാസ്റ്റ് എന്തായിരിക്കും? ചെയ്തു എന്നാണ് കേട്ടോ. പാസ്റ്റ് ആണ്, കഴിഞ്ഞ പ്രവൃത്തിയാണ്. സോ ചെയ്തു എന്നാണ് വരാം. സിമ്പിൾ പാസ്റ്റ് ബ്രാക്കറ്റിൽ എഴുതാം ചെയ്തു. ആൻഡ് the structure is subject plus V2. Subject plus V2. Okay. ഇതില് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞാണ് V1, V2, V3 ഫോംസ് എല്ലാം പറഞ്ഞു. അപ്പൊ V2 എന്താണ് നിങ്ങൾക്ക് അറിയാം അല്ലെ? ഓൾറെഡി അത് പാസ്റ്റ് ആയതുകൊണ്ടും കഴിഞ്ഞ പ്രവൃത്തി ആയതുകൊണ്ടും യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് ഫോംസ് ആണ്, പാസ്റ്റ് വേർബ് ആണ്. സോ നമ്മൾ V2 ആണ് യൂസ് ചെയ്യേണ്ടത്. സെയിം സ്ട്രക്ചർ തന്നെയാണ്. സിമ്പിൾ പ്രസന്റ് സെയിം സ്ട്രക്ചർ ആണ്, കുറച്ച് വ്യത്യാസമുള്ളത്. പ്രസന്റില് V1 ആണെങ്കിൽ പാസ്റ്റ് അത് V2 ആണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇനി പ്രത്യേകിച്ച് എക്സാമ്പിൾ എഴുതാനൊക്കെ നമുക്ക് അല്ലെ? പ്രസന്റ് ടെൻസ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ടെൻസും നമുക്ക് എളുപ്പമാണ്. ഇതിന്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്ട് പ്ലസ് V2 ആണ്. അപ്പോ അവൻ ഒരു ലെറ്റർ എഴുതി. എങ്ങനെ എഴുതാം? അവൻ ഒരു ലെറ്റർ എഴുതി. പറയൂ, ട്രാൻസ്ലേറ്റ് ചെയ്യൂ. He wrote a lecture. He wrote a letter. Correct. He wrote a letter. He wrote a letter. We use ഇത് റൈറ്റിന്റെ പാസ്റ്റ് ഫോം ആയ wrote ആണ് അല്ലെ? അപ്പൊ he wrote a letter. ഇവിടെ റൈറ്റ് ആണോ എന്നെങ്കിൽ he writes a letter ആണെങ്കിൽ
അത് സിമ്പിൾ പ്രസന്റിലേക്ക് മാറും. അപ്പൊ മനസ്സിലായോ? ഒരു വെർബാണ് ചേഞ്ചസ് വരുന്നത് സെന്റൻസില്. ടെൻസിൽ ചേഞ്ചസ് വരുത്തുന്നത് വെർബും ഫോംസും മാറ്റുമ്പോഴാണ്. ഓക്കെ, ഇനി അവൻ ക്രിക്കറ്റ് കളിച്ചു എന്നാണെങ്കിലോ? He played cricket. He played cricket. Okay. And അവൾ ഒരു പാട്ട് പാടി. അവൾ ഒരു പാട്ട് പാടി. He sang a song. Yeah. She sang a song. She sang a song. അവൾ പാട്ട് പാടി. ഇത്രയേ ഉള്ളൂ എന്താ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ക്ലിയർ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. Yes. So let's moving on the next tense is present, sorry, past continuous. Past continuous structure is structure എന്തായിരിക്കും ഇവിടെ? Past continuous structure എന്തായിരിക്കും? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തൊന്ന് പറഞ്ഞു. എന്തായിരിക്കും പറയൂ. പ്രസന്റിലെ സ്ട്രക്ചർ ഏതാ? പ്രസന്റ് കണ്ടിന്യൂസ് സ്ട്രക്ചർ ഏതാ? Subject plus was plus ing form of the verb. Yeah, correct. Subject plus was or were plus verb ing. Was അല്ലെങ്കിൽ where ആണ് യൂസ് ചെയ്യുക? കാരണം past tense ആയതുകൊണ്ട് past auxiliaries ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. So we can use the auxiliaries, past auxiliaries was or were. Subject plus was or were plus verb ing. അപ്പോ ഇവിടെ എന്താണ് മലയാളം എന്താ വരാ? ആയിരുന്നു എന്നാണ് വരാ. ആയിരുന്നു, ചെയ്യുകയായിരുന്നു എന്നാ വരാ. എഴുതിക്കോളൂ, ചെയ്യുകയായിരുന്നു. അവൻ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. He was playing cricket. Yeah, he was playing cricket. അവർ ടി വി കാണുകയായിരുന്നു. അവർ ടി വി കാണുകയായിരുന്നു. They were watching They were TV. watching TV. They were watching TV. Okay? Or he was playing cricket. They were watching TV. Past continuous clear ആണോ? Yes, ma'am. Yes. Okay. Next, അടുത്ത ടെൻസിലേക്ക് പോവാണ്. Past perfect. Subject plus had plus V3. Present നമ്മൾ യൂസ് ചെയ്ത് has അല്ലെങ്കിൽ had ആണ്. ഇവിടെ എന്താണ്? had ആണ് ട്ടോ. So subject plus had plus V3. പറഞ്ഞു has, have, had. ഇതിന് മൂന്നിനും ശേഷം യൂസ് ചെയ്യേണ്ടത് verb എപ്പോഴും തേർഡ് ഫോം ആയിരിക്കണം. ഫോം പാടില്ല. ഓക്കെ, അപ്പൊ മലയാളം മീനിങ് വരുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് മലയാളം മീനിങ് വരുന്നത്. ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ അവളുടെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ അവളുടെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. She had completed homework. Her homework. Yeah, she had completed her homework or she had finished her homework. എന്ന് പറയും. Finished or completed യൂസ് ചെയ്യാവുന്നതാണ്. Oh, she had finished her homework. അവൾ അവളുടെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി
അവർ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവർ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പറയൂ. ഇവിടെ നമുക്ക് ഏത് സബ്ജക്റ്റിന് കൂടെ എന്നൊക്കെ ഹാഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അവർ പ്ലൂറലാണ് ഞാൻ പറഞ്ഞത്. അവർ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. They had gone to her home. Yeah, they had gone to his home. They had gone to his home. Okay. Past tense clear ആണോ? Okay, ma'am. Yes, clear. Okay. Next, past perfect continuous. Subject plus and be plus verb ing. Subject plus had been plus verb ing. ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആണ് മലയാളം മീനിങ് കേട്ടോ. ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ രാവിലെ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ പറയാം? അവൾ രാവിലെ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. He had been studying since morning. Yeah, she had been studying since morning. She had been studying since morning. Okay, ഇനി അവൻ 3 മണിക്കൂറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ 3 മണിക്കൂറായിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. He had playing cricket. He had been playing cricket since 3 hours. ഇവിടെ സിൻസ് അല്ലാണ്ട് വരാ 4 ആണ്. Okay, he had been playing cricket for 3 hours. Okay, നമുക്ക് പ്രിപ്പോസിഷൻ ഞാൻ കണ്ടാസി പറഞ്ഞു. പ്രിപ്പോസിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഈ സിൻസും ഫോർ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ എപ്പോഴെങ്കിലും ക്ലാസ്സിൽ വരാമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രിപ്പോസിഷൻ കൂടെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോ ഇതാണ് എന്ത് പാസ്റ്റ് ടെൻസ്. അപ്പൊ പാസ്റ്റ് ടെൻസ് ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ? Okay, ma'am. ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ടെൻസിലേക്ക് പോവാം. ഫ്യൂച്ചർ ടെൻസിലേക്ക് പോവാലോ. ഫ്യൂച്ചർ ടെൻസിൽ അറിയാം 4 ആക്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, future perfect, future perfect continuous. Simple future, future continuous, future perfect continuous. Okay, അതിൽ first one simple future ആണ്. Simple future means മലയാളം വെച്ചത് എന്തായിരിക്കും? ചെയ്യുന്നു, ചെയ്തു എന്ന് പറഞ്ഞു. ഇത് ചെയ്യുമാണ് കേട്ടോ. ഫ്യൂച്ചർ ആണല്ലോ, ചെയ്യും. Subject plus will plus P1. Okay, ഫ്യൂച്ചറിൽ എല്ലായിടത്തും will ഉണ്ടാകും. ഓക്കെ, ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്യും എന്ന് പറഞ്ഞേ. ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്യും. I will do my homework. I will do my homework. I will do my homework. Yeah, I will do my homework. Then അവൾ എന്റെ വീട്ടിൽ വരും. അവൾ എന്റെ വീട്ടിൽ വരും.
She will come to She my home. will come to my home. She will come to my home. Yeah, she will come to my home. അവിടെ എന്തെങ്കിലും ടി വരും. Okay, then ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. I will make a breakfast. I will make breakfast. പിന്നെന്താ അവർ കളിക്കാൻ പോകും. അവർ ക്രിക്കറ്റ് കളിക്കാൻ പോകും. എങ്ങനെയാ പറയാ? They will go to play cricket. Yeah, they will go to play cricket. Okay, ഇപ്പൊ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണല്ലോ. Then future continuous. Future continuous structure എഴുതാം. Subject plus will be plus verb ing. ഇത് മീനിങ് എന്താ പറയാ? ചെയ്യുകയായിരിക്കും. ഓക്കെ, ചെയ്യുകയായിരിക്കും. അവളിപ്പോ ഇംഗ്ലീഷ് പഠിക്കുകയായിരിക്കും. She will be studying English. English. Yeah, she will be studying English. അവർ സിനിമ കാണുകയായിരിക്കും. She will be watching cinema. They will be watching a movie. They will be watching Movie. Yeah, movie. Okay, അപ്പൊ ക്ലിയർ അല്ലേ? Next, future perfect. Subject plus will have plus V3. Subject plus will have plus V3. ചെയ്തിട്ടുണ്ടാകും. അവൻ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടാകും. He will go to his home. Yeah, she will have gone to his home. അവൾ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ടാകും. She will have gone to his home. Okay, then അവർ അവരുടെ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. They will have done their project. They will have done their project. They will have done their project. Okay, done use ചെയ്യാം, finished use ചെയ്യാം, completed use ചെയ്യാം. Okay, so they will have done their project. Okay, and the last tense is perfect. Like future perfect. Continuous. Structure is subject first, will have be plus verb ing. Subject plus will have be plus verb ing. ചെയ്തിട്ടുണ്ടായിരിക്കും, ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് കേട്ടോ. ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവൾ ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ വേണ്ട, അവൾ പഠിച്ചുകൊണ്ടിരിക്കും. She will have been studying. Yeah, she will have been studying.
she will have been studying. Then പിന്നെ എന്താ പറയാ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവളിപ്പോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. He will have been cooking. Have been cooking. Okay. ക്ലിയർ ആണല്ലോ. ഇത്രയൊക്കെയുള്ളൂ ടെൻസിനെ കുറിച്ച് പറയാനായിട്ട്. ഇതില് നമ്മുടെ ഡേ ടു ലൈഫില് അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്ന ടെൻസിലൊന്നും ഈ പറയുന്ന ലാസ്റ്റ് ടെൻസ് ഒക്കെ യൂസ് ചെയ്യാറില്ല കേട്ടോ. അതായത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. അതിന് പകരമായിട്ട് നമുക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. ഓക്കെ, പെർഫെക്റ്റ് കണ്ടിന്യൂസിന് പകരമായിട്ട് ചില സാഹചര്യങ്ങളിൽ നമുക്ക് കണ്ടിന്യൂസ് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് കുറച്ചുകൂടി ഇതിനെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ ക്ലിയർ ആകും. അതുകൊണ്ടാണ് പൊതുവെ ഈ ഹാവ് ബീൻ എന്നൊന്നും അധികം വരാത്തത്. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട്. അത് കറക്റ്റ് ആയിട്ട് അതിനെ കുറിച്ച് അറിഞ്ഞിട്ട് സംസാരിക്കുന്നവരാണ്. ഓക്കെ, ഇപ്പോ ഏകദേശം ഓക്കെ ആണോ? Yes, ma'am. Okay. ഓക്കെ ആണ്. 2 ക്ലാസ് കൊണ്ട് നമ്മൾ ടെൻസ് അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലും മലയാളത്തിൽ ചോദിച്ചാല് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ലേ? Yes, ma'am. സ്ക്രീൻ ഷെയർ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലാവരും? ടെൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് മലയാളം സെന്റൻസ് ആണ്. So let's translate to English. Okay. Clear ആണോ? Yes, ma'am. Yeah. Ma'am. Okay. Okay. ഞാൻ നോക്കാം നമുക്ക് ചുമ്മാ. First one, അവൻ ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി. He wants to read book. Yeah. എല്ലാവരും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാമോ? എല്ലാവരും ടെക്സ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. കാരണം എല്ലാവരും കൊണ്ട് പറയുന്നത് പോസിബിൾ ആയിരിക്കില്ല. ടെക്സ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊക്കെ മനസ്സിലായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്കത് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. ഓക്കെ ആണോ? ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുമോ? അവൻ ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെടുക എന്നാണ് കേട്ടോ പറഞ്ഞത്. കറക്റ്റ് ആണെന്നോ ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് നോക്കി. അതിൽ സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യൂ. തെറ്റിയാലും കുഴപ്പമില്ലെന്നേ, ചുമ്മാ ടെക്സ്റ്റ് ചെയ്യൂ. 2 ദിവസം കൊണ്ട് പഠിച്ചതല്ലേ ഉള്ളൂ. അപ്പൊ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരാം. എന്തോ അവൻ ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോ ഇഷ്ടപ്പെടുക എന്താണ്? ലൈക്ക് ആണ് അല്ലെ? ഓക്കെ, അപ്പോ സബ്ജക്ട് അവൻ ആയതുകൊണ്ടും സിംഗുലർ സബ്ജക്ട് ആയതുകൊണ്ടും എന്ത് വരും? ലൈക്ക് ആണോ നമ്മൾ യൂസ് ചെയ്യുക? ലൈക്സ് ആണോ? Yeah, he likes on, right? He likes to read books. Correct. He likes to read books on. Okay, he likes to read books. This is simple present tense ആണ്. Okay, and the next one, അവൾ എപ്പോഴും സൗമ്യമായി സംസാരിക്കുന്നു. അവൾ എപ്പോഴും സൗമ്യമായി സംസാരിക്കുന്നു. ഓക്കെ, ഞാനൊരു വർക്ക് നിങ്ങൾ ചെയ്യുമോ? ഇപ്പൊ ഒരു 9 എനിക്കിപ്പോ 9 സെന്റൻസ് കാണാൻ പറ്റും അല്ലെ? 9 സെന്റൻസ് കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ 9 സെന്റൻസ് നിങ്ങൾ ഒന്നിച്ച് ടൈപ്പ് ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്യാവോ? ചെയ്യോ? അല്ലെങ്കിൽ ഓരോന്നാണ് ചെയ്യാൻ താല്പര്യം?
എന്താണ്? ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്യാട്ടോ, കുഴപ്പമില്ല. അവൾ എപ്പോഴും സൗമ്യമായി സംസാരിക്കുന്നു. ഷി ഓൾവേസ് സ്പീക്സ് ആണ് വരാട്ടോ. ഷി ഓൾവേസ് സ്പീക്സ് politely, quietly, നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഷി ഓൾവേസ് സ്പീക്സ് politely or quietly, calmly, എന്ത് വേണമെങ്കിലും പറയും. Yeah, she always speaks quietly, politely. Correct ആണ് ട്ടോ. നെക്സ്റ്റ്, അവർ വീട് വൃത്തിയാക്കുകയാണ്. അവർ വീട് വൃത്തിയാക്കുകയാണ്. അവർ വീട് വൃത്തിയാക്കുകയാണ്. ശ്രദ്ധിച്ചെഴുതൂ. വൃത്തിയാക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇത് ടെൻസാണ്. ടെൻസ് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യൂ കേട്ടോ. പറയൂ. They are cleaning the house. Not they are. Okay, the present tense ആണ്. So we can use the present auxiliaries are. So they are playing. So they are cleaning the house. Next, അവൾ പിയാനോ വായിക്കാൻ പഠിക്കുകയാണ്. അവൾ പിയാനോ വായിക്കാൻ പഠിക്കുകയാണ്. ഇവിടെ വായിക്കുക എന്ന് പറയുന്നത് റീഡ് അല്ല. അറിയാമല്ലോ നിങ്ങൾക്കത് അല്ലെ? നമ്മുടെ മലയാളത്തിൽ അങ്ങനെയാ പറയാം. അപ്പൊ എങ്ങനെയാണ് പറയാം? അവൾ പിയാനോ വായിക്കാൻ പഠിക്കുകയാണ്. ഫസ്റ്റ് സബ്ജക്ട് ചെയ്താ, ഓക്സിലറൈസ് ചെയ്താ, അതിനുശേഷം verb എഴുതാ, അതിനുശേഷമാണ് പിന്നെ ഒബ്ജക്റ്റിലേക്കൊക്കെ വരാം. ഓക്കെ, പഠിക്കുക എന്ന് പറയുമ്പോൾ സ്റ്റഡി മാത്രമല്ല, ലേൺ പറയാം, ലേൺ യൂസ് ചെയ്യാം. ലേൺ ഈസ് ഓൾസോ മീനിങ് പഠിക്കുക. ഷീസ് ലേണിംഗ് ടു she's learning to പിയാനോ നമ്മൾ എന്താ ചെയ്യാ? വായിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെയാ, അത് പ്ലേ അല്ലേ ഉദ്ദേശിക്കുന്നത് ഇവിടെ. അപ്പോ ഷീസ് ലേണിംഗ് ടു പ്ലേ ദ പിയാനോ എന്ന് പറയണം കേട്ടോ. ഷീസ് ലേണിംഗ് ടു പ്ലേ ദ പിയാനോ. അവൾ പിയാനോ വായിക്കാൻ പഠിക്കുകയാണ്. ഷീസ് ലേണിംഗ് ടു പ്ലേ ദ പിയാനോ. ഓക്കെ, നെക്സ്റ്റ്, ഞാനിപ്പോൾ അത്താഴം പാചകം ചെയ്യുകയാണ്. ഞാനിപ്പോൾ അത്താഴം പാചകം ചെയ്യുകയാണ്. ഞാനിപ്പോൾ അത്താഴം പാചകം ചെയ്യുകയാണ്. Yeah, I'm cooking dinner right now. Now okay ആണ്, പക്ഷെ right now എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കേൾക്കാൻ നല്ല രസമാണ് അല്ലെ? അപ്പൊ I'm cooking dinner right now. Okay, I'm cooking dinner right now. Next, ഞാൻ എന്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ എന്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ എന്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. Yes, correct. I have done my homework. I have finished my homework. I have completed my homework. Okay, correct ആണ്. Then അവൾ 2 തവണ ജപ്പാൻ സന്ദർശിച്ചിട്ടുണ്ട്. അവൾ 2 തവണ ജപ്പാൻ സന്ദർശിച്ചിട്ടുണ്ട്.
അവൾ 2 തവണ ജപ്പാൻ സന്ദർശിച്ചിട്ടുണ്ട്. രണ്ട് തവണ എന്ന് പറയുമ്പോൾ എന്താ 2 times യൂസ് ചെയ്യാം, twice യൂസ് ചെയ്യാം. ഓക്കെ, ഓ അവൾ 2 തവണ ജപ്പാൻ സന്ദർശിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ചെയ്യൂ എല്ലാവരും. നമ്മുടെ സബ്ജക്ട് ഏതാണ്? ശ്രദ്ധിച്ചു ചെയ്യൂ. ഏതാണ്? പെർഫെക്റ്റ് ആണല്ലേ, പ്രസന്റ് പെർഫെക്റ്റ് ആണ്. സോ വി യൂസ് ദ ഓക്സിലറി. ഏതാണ്? So she has visited Japan twice. She has visited Japan twice. Okay, correct. And next, ഞാൻ ആ പുസ്തകം ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഞാൻ ആ ബുക്ക് ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഞാൻ ആ ബുക്ക് ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്. ഇത് മാത്രം നിങ്ങളൊന്ന് പറഞ്ഞേ കേൾക്കട്ടെ. ഒന്ന് പറയാവോ? എന്താണ് വരാ? I have read that books many times. Okay ആണോ? റീഡി എന്ന് വായിച്ചു നോക്കി. എന്താ വരാ? I have been read that book so many times. ഇനി ആരാ? നയൻ. നയൻ അല്ലേ? മുഹമ്മദ് നയൻ എന്നാണ് പേര്. കറക്റ്റ് ആണോ? ജസ്റ്റ് ഒന്ന് പറയാമോ? നിലൂഫ. സോറി, ഞാൻ മറന്നുപോയല്ലോ. നിലൂഫ പറയൂ. I have been read the book so many times. അത് പെർഫെക്റ്റ് ആണല്ലോ. ഇറ്റ്സ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഞാൻ ആ ബുക്ക് ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുന്നതെല്ലാം കറക്റ്റാ, പക്ഷെ വായിക്കുമ്പോ മിസ്റ്റേക്ക് വരുന്നേ. റീഡ് ആണോ റെഡ് ആണോ? Read. റെഡ് ആണ് കേട്ടോ. ലിക്വിഡ് ഫോം ആണ്. ഹാവിന് ശേഷം വരേണ്ടത് ലിക്വിഡ് ഫോം അല്ലേ? അപ്പൊ റെഡ് ആണ്. I have read that book many times. Okay, I have read that book many times. Correct. Then അവൻ ഗിറ്റാർ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഗിറ്റാർ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയൂ. അവൻ ഗിറ്റാർ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. He had been studying. He had been. കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വരാ അല്ലെ? ഏത് ടെൻസാ യൂസ് ചെയ്യേണ്ടത് ഇവിടെ? He is learning to play guitar. ടെൻസ് ഏതാണ്? പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലേ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ എങ്ങനെ വരും? He had been learning guitar. Yeah. Correct. He had been ആണ് വരാ.
He has been learning to play the guitar. He has been ആണ് ട്ടോ. Present perfect ആയതുകൊണ്ട് has been ആണ് യൂസ് ചെയ്യേണ്ടത്. So he has been learning to play the guitar. Okay. ടെൻസ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ സ്ട്രക്ചേഴ്സ് പഠിക്കണം ട്ടോ. നെക്സ്റ്റ്, ഞങ്ങൾ ഈ TV ഷോ കഴിഞ്ഞ ആഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ TV ഷോ കഴിഞ്ഞ ആഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പറയൂ. We have been watching the TV show since last week. Yeah. We have been watching this TV show since last week. Since അല്ല അവിടെ വരാം. 4 ആണ് അവിടെ വരാം ട്ടോ. കഴിഞ്ഞ ആഴ്ച ആയിട്ട് എന്നൊക്കെ പറയുമ്പോൾ 4 ആണ് വരാം ട്ടോ. So Okay. we have been watching this TV show for last week. Okay. Correct. Next, അവർ ഒരു മാസമായിട്ട് യൂറോപ്പിൽ ചുറ്റും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറിയൂ, അവർ ഒരു മാസമായിട്ട് യൂറോപ്പിന് ചുറ്റും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. They have been traveling around Europe for month. Yeah, correct. They have been traveling around Europe for a month. ഒരു മാസമായിട്ട് എന്ന് പറയുമ്പോൾ for a month. They have been traveling around Europe for a month. Okay, correct. Okay, next. പൂച്ച കസേരയിൽ കിടന്നു തുടങ്ങി. Tense ചെയ്താ. Fell. Cat fell asleep on the chair. Cat Fell ആണോ? Fall. Fell. slept on. Cat slept on the chair. Yeah, it's a simple present tense. Okay. So sleep ഉണ്ടാവും, sleptലേക്ക് മാറും. V2 form ആണ് യൂസ് ചെയ്യുന്നത്. So the cat slept on the chair. Next, അവൻ അവന്റെ കൂട്ടുകാരന് ഒരു കത്തെഴുതി. He wrote a letter to his friend. Yeah, he wrote a letter to his friend. Correct. He wrote a letter to a friend. ഞങ്ങൾ കടയിലേക്ക് പോകുകയായിരുന്നു. ഞങ്ങൾ കടയിലേക്ക് പോകുകയായിരുന്നു. We were going to the shop. Yeah, we were going to the shop. Correct. We were ആണ്. The past continuous tense ആണ്. So we use the auxiliaries were. Okay. And ഞാൻ സിനിമ കാണുകയായിരുന്നു. I was watching a film. Yeah, I was watching a film. Film or movie, you can use the word. Movie, film, cinema, okay. And next one, അവൾ ഫോണിൽ സംസാരിക്കുകയായിരുന്നു.
they were speaking in the hall or talking in the hall. Yeah. Not അവർ അല്ല കേട്ടോ, അവളാണേ സിംഗുലർ. അപ്പോ He എന്തൊരു is. പറയൂ. അവൾ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. She She is talking on the phone. She was. she was She was speaking in the phone. She was talking or speaking. Okay. ഫോൺ ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട preposition on ആയിരിക്കണം കേട്ടോ. So she was talking on the phone. On the phone. Okay. ഞാൻ എപ്പോഴെങ്കിലും ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ preposition വന്ന് ക്ലാസ് എടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. നെക്സ്റ്റ്, ഞങ്ങൾ വീട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. She had finished her home. We. Sorry, we We had had had- finished her home. We Our had home. cleaned the house. Our home. വൃത്തിയാക്കുക എന്ന് പറയുമ്പോൾ We had cleaned the house. Cleaned. We were. Clean. Hard അല്ലേ മാം വരുന്നേ? ഹാഡ് ആണ് വരാം. അപ്പൊ വേർബ് എന്ത് വരാം? Cleaning the had house. Cleaned. Clean the house. Clean the Cleaning the house. cleaned അല്ലേ മാം വരുന്നേ? ED അല്ല ലാസ്റ്റ് ഒരു അല്ലേ? അപ്പോ we had cleaned the house. Okay, we had ആണ് വരാം. പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് ആയതുകൊണ്ടും ഹാഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം V3 ഫോം വരണം. അപ്പോ we had cleaned the house. Okay. Next, ഇതിനകം സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. The movie already started. The movie had already started. The movie had already started. Hard വരുത്തി. The movie has already started. Correct ആണ് കേട്ടോ. Next, ഞാൻ 2 മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. She had been studying English for 2 hours since. കറക്റ്റ് ആയിട്ട് പറയൂ. ശരിയാണ്, പറഞ്ഞോളൂ. She had been studying English since 2 hours. No. സീരീസ് മാം അല്ല. സിൻസ് ആണ് 4 അല്ലേ മാം വരാ? 4 ആണ് കേട്ടോ. അപ്പൊ ഞാൻ 2 മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോ ഞാൻ അല്ലെ ഐ ആണ്. പറയൂ. I had been studying English for 2 hours. Yeah, correct. I had been studying English for 2 hours. Because studying or learning use ചെയ്യാം. I had been learning English for 2 hours. Okay. Next, ഞങ്ങൾ അരമണിക്കൂറായിട്ട് ബസ് കാത്തു നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനത്തെ ഒരു സെന്റൻസ് നമ്മൾ യൂസ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ ഇത് ടെൻസിന് വേണ്ടി ചുമ്മാ ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അറിയാൻ പറ്റുന്നു. ഞങ്ങൾ അരമണിക്കൂറായിട്ട് ബസ് കാത്തു നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. We had waiting for the bus for half an hour. We had ആണ് വരാം. Had been Yeah. We had been waiting. for the bus for an hour. Yeah, correct. We had been waiting for the bus for half an hour. Okay. We had been waiting for the bus for half an hour. Next, അവൾ വൈകുന്നേരം 5 മണി മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ വൈകുന്നേരം 5 മണി മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. She had been cooking for 5 p.m.
correct. She had been cooking since 5 p.m. മണി മുതൽ 5 മണി മുതൽ എന്ന് പറയുമ്പോൾ since യൂസ് ചെയ്യണം. ഓക്കെ She മാം. had been cooking since 5 p.m. Okay, വൈകുന്നേരം എന്ന് കാണിക്കാൻ നമ്മുടെ PM ആഡ് ചെയ്താൽ മാത്രം മതി. So correct ആണ്. She had been cooking since 5 p.m. അവർ ഇന്നലെ സ്കൂളിൽ പോയി. They went to school yesterday. Yeah. They went to school yesterday. They went to school yesterday. ഞാൻ നാളെ ആ സിനിമ കാണും. I will watch the movie tomorrow. Yeah. I will watch the movie tomorrow. Correct. അവൾ നാളെ ഓഫീസിലായിരിക്കും. ആയിരിക്കും. എന്താ വരാം? അറിയൂ. Past continuous tense ആണ്. She will. She will be. She will go. She will be. She will be, go She to will office be in the office tomorrow. tomorrow. She'll be at the office tomorrow. അവൾ ഓഫീസിലായിരിക്കും എന്ന് പറയുമ്പോൾ ഓഫീസിൽ ഉണ്ടായിരിക്കും തന്നെ. അപ്പൊ ആ ചേഞ്ച് ചെയ്യും. She'll be at the office tomorrow. Okay, ഈ at, for, since, in എന്നൊക്കെ പറയുന്ന preposition ആണ്. Okay. Then അവൾ അത്താഴം പാചകം ചെയ്തിട്ടുണ്ടാകും. She will have. She will be cooked dinner. She will have Yeah, she will have cooked the dinner. Yeah, she will have cooked dinner. She will have cooked dinner. Okay, then അവൾ ജപ്പാൻ വിട്ടു പോയിട്ടുണ്ടാകും. She will have been. വീണല്ല ഉണ്ടാകും. She will have വിട്ടു പോകുക എന്ന് പറയുമ്പോ ലീവിന്റെ പാസ്റ്റ് എടുക്കാം, ലെഫ്റ്റ് എടുക്കാം. She will have left the Japan. Yeah, she will have left Japan. That's all. അവൻ നാളെ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. Past perfect continuous ആണ്. He will Past perfect continuous എന്ന് പറയുന്നത് ഏതായിരിക്കും? Have been ആണ് അല്ലേ? അറിയൂ. he will have been studying English. Yeah, he will have been studying English tomorrow. അവർ നിന്നെ രാവിലെ മുതൽ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് അല്ലേ? പറഞ്ഞു നോക്കിയേ. They will have been waiting. They will have been waiting. Since morning for you. They will. ആരെയെ കാത്തു നിൽക്കുന്നത് നിന്നെയാണ്. അത് മെൻഷൻ ചെയ്യണ്ടേ? ഓ ഇങ്ങനെ വരും. They will have been For waiting you. for you. Since for you. Yeah, since morning. They will have been waiting for you since morning. Correct. അത് മതി. അവർ വിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അത് ആവശ്യമില്ല. ഓക്കെ. അപ്പോ എങ്ങനെയുണ്ട്? ക്ലിയർ ആയോ? ടെൻസ് ഏകദേശം ഓക്കെ ആയോ നിങ്ങൾക്ക്? കുറച്ചെങ്കിലും എവിടെയെങ്കിലും ഒക്കെ മനസ്സിലായോ? പറയൂ. What's your opinion? ഫീഡ്ബാക്ക് ഒന്ന് പറയാമോ? 2 ക്ലാസ് എടുത്തു. 2 ക്ലാസ്സിൽ നമ്മൾ ടെൻസ് ആണ് പഠിച്ചത്. പെട്ടെന്ന് പഠിക്കേണ്ടി വന്നു.
എങ്ങനെയെങ്കിലും ഒക്കെ കുറച്ച് സെന്റൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ്, ഇനിയിപ്പോ എപ്പോഴെങ്കിലും ഞാൻ ഒരു ക്ലാസ്സിൽ വരാണെങ്കിൽ നീ ഇത് എടുക്കണം. ഇനി ഏത് ടോപ്പിക് ആയിരിക്കും വേണ്ടത്? സിൻസ് ആൻഡ് ഫോർ യൂസ് ചെയ്യും. സിൻസ് ആൻഡ് ഫോർ അറിയണമെങ്കിൽ നമുക്ക് പ്രപ്പോസിഷൻ നന്നായിട്ട് പഠിക്കണം. പ്രപ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ടു ഒരു പ്രപ്പോസിഷൻ ആണ് അല്ലെ? ടു, ഫോർ, ഫ്രം, സിൻസ്, ബിറ്റ്വീൻ, ഇൻ, ഓൺ, അറ്റ് ഒക്കെ പ്രപ്പോസിഷൻസ് ആണ്. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. കാരണം എപ്പോഴും ഡൗട്ട് വരുന്ന ഒരു പോർഷൻസ് ആണ് ഇൻ, ഓൺ, അറ്റ്. ഈ ഓണും ഇന്നും എവിടേക്കാണ്, അറ്റ് എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത്? കുറച്ച് കൺഫ്യൂസിങ് ആണ് എല്ലാവർക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഫോണൊക്കെ ആണെങ്കിൽ ഓൺ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലെ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഓണൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. അതിപ്പോഴും നമ്മുടെ മിസ്റ്റേക്ക് ആണ് ചെയ്യുന്നത്. ഇപ്പോ ഞാൻ ബസ്സിലാണെന്ന് എങ്ങനെയാ പറയാ? ഞാൻ ബസ്സിലാണ് എങ്ങനെ പറയൂ? I'm in the bus. I'm in the bus അല്ലെ? എല്ലാവരും എങ്ങനെയാ പറയാ? പക്ഷെ അങ്ങനെയല്ല. I'm in the bus അല്ല, I'm on the bus. അപ്പൊ നിങ്ങൾ വിചാരിക്കും ബസ്സിന് മുകളിൽ നിന്നാണോ പോകുന്നത്, അതുകൊണ്ടാണ് ഓൺ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയല്ല കേട്ടോ. അത് ക്ലിയർ ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ്. I'm on the bus ആണ്. കാർ ആണെങ്കിൽ I'm in the car എന്ന് പറയാം. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് ഞാൻ നോക്കട്ടെ, പറ്റിയാൽ കയറാം. ഓക്കെ. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇൻട്രസ്റ്റ് ആണോ? ഇംഗ്ലീഷ് ക്ലാസ് Yes, പോകണം? ma'am. കുഴപ്പമില്ലാത്ത ക്ലാസ് ആണല്ലേ? ഓക്കെ. അപ്പോ നോക്കാം. മാക്സിമം പറ്റിയാൽ കയറാം കേട്ടോ. നമുക്ക് പ്രപ്പോസിഷൻ ഇതുപോലെ ഒരു ക്ലാസ് കൊണ്ടൊക്കെ പെട്ടെന്ന് പ്രപ്പോസിഷൻ വേണ്ടി കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ. Okay, ma'am. അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. നന്നായിട്ട് പഠിക്കൂ കേട്ടോ. സ്ട്രക്ചേഴ്സ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ ഏകദേശം ടെൻസ് ഓക്കെയാണ്. പക്ഷെ നമുക്ക് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് വൊക്കാബുലറി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്ക് ഓരോ വേർഡ്സിന് ഇംഗ്ലീഷ് അറിയണ്ടേ, എന്നാൽ മാത്രമേ നമുക്ക് സെന്റൻസിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് വൊക്കാബുലറി നന്നായിട്ട് പഠിക്കുക. എപ്പോഴും ഒരു ഡെയിലി നമുക്ക് ഒരു 1 hour അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ നമുക്ക് ഇംഗ്ലീഷിന് വേണ്ടി മാറ്റി വെക്കാൻ നിങ്ങൾ എന്ത് ശ്രമിക്കുക. സമയമില്ല എന്ന് മാത്രം പറയരുത്. ഓക്കെ. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ നമ്മൾ എങ്ങനെയും സമയം കണ്ടെത്തും അല്ലെ? അപ്പോ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു മാക്സിമം ഒരു ഹാഫ് ആൻ അവർ, പിന്നെ സമയം മാക്സിമം നിങ്ങൾ പയ്യെ കൂട്ടും. ഓക്കെ. അപ്പോ ഇൻട്രസ്റ്റോടെ പഠിക്കുക, ഇഷ്ടത്തോടെ പഠിക്കുക കേട്ടോ. ഇഷ്ടത്തോടെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും വിതൗട്ട് എനി മിസ്റ്റേക്ക്. ഓക്കെ. ഒരു മിസ്റ്റേക്കും ഇല്ലാതെ, ഒരു ഗ്രാമർ മിസ്റ്റേക്കും ഇല്ലാതെ നമുക്ക് ഇംഗ്ലീഷ് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. അത് നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ശ്രമിച്ചാൽ നമുക്ക് എല്ലാം സാധിക്കും. ഓക്കെ. നമ്മൾ വിചാരിച്ചാൽ നടക്കാതായിട്ട് ഒന്നും തന്നെ ഇല്ല. പക്ഷെ നമ്മൾ വിചാരിക്കണം എന്ന് മാത്രം. ഈ 2 ക്ലാസ് നിങ്ങൾ 2 hour ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ 2 മണിക്കൂർ കൊണ്ട് കുറച്ചെങ്കിലും നിങ്ങൾക്കത് മനസ്സിലായില്ലേ അല്ലെ? അത്രയേ ഉള്ളൂ. നമ്മൾ ഇതൊക്കെ പണ്ട് പഠിച്ച കാര്യങ്ങളാണ്, ടച്ച് വിട്ടു പോയതുകൊണ്ടാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും കുറച്ചു നേരമെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് മനസ്സ് വയ്ക്കാം. ഓക്കെ. കുറെ വീഡിയോസ് ഒക്കെ കാണാം, യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ കേൾക്കുന്നുണ്ട്, ശരിയാണ്. മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, പറഞ്ഞു പഠിക്കണം. ഓക്കെ. റീഡിങ് ഒരു ഹാബിറ്റ് ആയിട്ട് കൊണ്ടുപോകട്ടോ. ഒരു ഇംഗ്ലീഷ് ബുക്സോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ഒക്കെ എടുത്ത് വായിക്കുക. കുറച്ചു നേരം ബോറടിക്കും, നന്നായിട്ട് ബോറടിക്കും, മടിയും വരും, അതൊക്കെ സ്വാഭാവികമാണ്. എന്നാലും ഒക്കെ നമ്മുടെ ഓവർകം ചെയ്ത് വായിക്കാൻ നോക്കാം. നന്നായിട്ട് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കാത്ത ഇംപ്രൂവ്മെന്റ്സ് നിങ്ങൾക്ക് വരും കേട്ടോ. ഓക്കെ. അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫിൽ. എല്ലാവർക്കും അറിയാലോ, എല്ലാവരും മാരീഡ് ആണ്, കുട്ടികളുണ്ട്. കുട്ടികൾക്ക് ഇംഗ്ലീഷ് പറയുമ്പോൾ കുറച്ചെങ്കിലും നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണം, കുറച്ചെങ്കിലും നമ്മൾ സംസാരിക്കണം. ഇനിയിപ്പോ ഏതെങ്കിലും ജോലിക്ക് പോവാണെങ്കിലും ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് അല്ലെ? നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് കയ്യിലുണ്ടെങ്കിൽ. നമുക്ക് എവിടെയും പോകാം, ഏത് ഇന്റർവ്യൂ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം, നമുക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും അല്ലെ? അപ്പോ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അത്രയും നമ്മുടെ വില കുറച്ച് കാണേണ്ട ഒന്നല്ല. ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. സോ അതിന് നമ്മൾ പഠിക്കുക തന്നെ ചെയ്യണം കേട്ടോ. മാക്സിമം കുറച്ച് ഇഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുക, ഇഷ്ടത്തോടെ പഠിക്കുക, കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. ഇഷ്ടത്തോടെ പഠിച്ചാല് ഇംഗ്ലീഷ് തിരിച്ചും നമ്മൾ ഇഷ്ടപ്പെടും. ഓക്കെ. പിന്നെ ഒരിക്കലും നമ്മളെ വിട്ടു പോയില്ല.
നമുക്ക് കുറച്ചെങ്കിലൊക്കെ സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മള് ചുറ്റിനും കാണുന്ന കുറച്ച് പേര് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടാവാല്ലേ, അവരെ കണ്ട് നമ്മൾ ആലോചിക്കും ഇവർക്ക് എങ്ങനെയാ ഇത് നന്നായിട്ട് സംസാരിക്കേണ്ടത്. അതിന്റെ പുറകില് അവര് ചെയ്ത എഫേർട്ടും ഹാർഡ് വർക്കും ഒന്നും നമ്മൾ കാണുന്നില്ല അല്ലെ. അത്രയും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നതിന്റെ റിസൾട്ട് ആണ് അവർ സംസാരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് എന്തൊരു കാര്യവും അച്ചീവ് ചെയ്യാൻ പറ്റൂ. വെറുതെ ഒന്നും കിട്ടില്ലല്ലോ അല്ലെ, ശരിയല്ലേ? വെറുതെ ഒന്നും കിട്ടില്ല. നമ്മൾ അത്ര നാളെ കഷ്ടപ്പെട്ടാൽ മാത്രമേ എന്തും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുറച്ചെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാം. ഓക്കെ, 2 ദിവസം കൊണ്ട് കുറച്ചെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റും. സോ 2 ദിവസത്തെ ഒരു പരിചയം മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ. എന്നാലും ഞാൻ പറയുന്നത് കുറച്ചെങ്കിലും നിങ്ങൾ അനുസരിക്കും കേൾക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, സോ ഇനി എപ്പോഴെങ്കിലും നമുക്ക് ഇതേപോലെ മീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ആണല്ലോ? ക്ലാസ് ഇഷ്ടമായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? താങ്ക് യു. അപ്പോ ഇതേപോലെ എപ്പോഴെങ്കിലും കാണാം. ഓക്കെ, സോ താങ്ക് യു ഓൾ. സോ ബൈ.